രണ്ടാമത് കയറിയ സമയത്ത് പുള്ളിക്കാരൻ പോയ സമയത്ത് പിന്നെ ചില സമയത്ത് പുള്ളിക്കാരൻ കാണാനേ പറ്റത്തില്ല. കാരണം നമുക്ക് വിസിബിലിറ്റി പോകും. നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. നേരത്തെ പറഞ്ഞ മരണഭയം വന്നിട്ടേ ഇല്ല? എനിക്ക് വന്നിട്ടേ ഇല്ല. കാരണം അങ്ങനെ ഭയം വന്നാൽ തീർന്നു. കാരണം കാടല്ല ഇത്, മറ്റേ ഐസിന്റെ വലിയൊരു ലോകമാണ്. ഐസ് മാത്രമേ ഉള്ളൂ, വലിയ ഐസ് കട്ടകൾ. നമ്മുടെ KSRTC ബസ്സിന്റെ വലിപ്പത്തിലുള്ള ഐസ് കട്ടകൾ കിടക്കുക. അതിന് മേലിൽ കൂടെ ഇറങ്ങി പോകണം. കുമ്പു ഐസ് ഫോൾ എന്നാണ് അതിന്റെ പേര്. അവിടെ ഞാൻ വയ്യാതെ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് എൻ്റെ ഷെർപ്പയെ കാണാനേ ഇല്ല. കാരണം ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണത്തില്ല. ഒരു കയറുണ്ട്, ആ കയർ ഇങ്ങനെ നോക്കിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കയറി ഇറങ്ങി കാണുമ്പോൾ ഒരു കാലത്ത് തെന്നി കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കും. നമുക്ക് ആ സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഭയങ്കരമായിട്ടുള്ള വീടായിട്ടുള്ള ഫീലിംഗ്. അത് ഇപ്പം തന്നെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയല്ല, എനിക്ക് എങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്ക് നടന്നെത്താനുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. പലയിടത്തും അങ്ങനെയാണല്ലോ. എന്ത് മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിബന്ധങ്ങളാണെന്ന് അറിയാം. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ നമുക്ക് എത്താനുള്ള സ്ഥലം എത്ര ദൂരെയാണ് നമുക്ക് ഇന്നടത്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ഒരാളെ കാണാൻ പറ്റുന്ന എങ്ങനെ നടക്കും? ഇപ്പം ബസ്സിനകത്തൊക്കെ നമ്മൾ കുട്ടിക്കാനത്തൂടെ കോടമഞ്ഞിനകത്ത് പോകത്തില്ലേ, ആ അവസ്ഥയാ. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം നടന്നു കഴിഞ്ഞാൽ 8 മണിക്കൂർ നടന്ന അവരുടെ എത്തുമെന്ന് അറിയാം. അങ്ങ് നടക്കുക.